ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന നിലയിൽ PSC അധികവും ചോദിക്കുന്ന മേഖലയാണ് ഗാന്ധിജിയുടെ ജീവചരിത്രം. 2 പാർട്ടുകളായിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും സമഗ്രമാവില്ല. ഗാന്ധിജിയുടെ ജീവിതത്തിലെ PSC ചോദിക്കാനിടയുള്ള സുപ്രധാന സംഭവങ്ങളാണ് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ചോദിക്കാനിടയുള്ള ചോദ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ചോദ്യങ്ങളുടെ സാധ്യതാ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ലേണിംഗ് മൊഡ്യൂളായിട്ട് കാണുക. പറയുന്ന ഓരോ വാചകങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക. 1-2 ആവർത്തി കേൾക്കുക. ഇങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇരുപതാം നൂറ്റാണ്ടിലെ ഗാന്ധിജി നടത്തിയ സമരങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും 19-ാം നൂറ്റാണ്ടിലെ ഗാന്ധിജിയുടെ ജീവിതം നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ല. 1869 ഒക്ടോബർ 2-നാണ് ജനനം. ഗാന്ധിജിയുടെ ജന്മദിനം അന്തർദേശീയ അഹിംസാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അത് നമുക്കറിയാമെങ്കിലും എന്നു മുതലാണ് അഹിംസാ ദിനമായിട്ട് ഒക്ടോബർ 2 ആചരിക്കാൻ തുടങ്ങിയതെന്ന് നമ്മളധികം ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ 2007 ഒക്ടോബർ 2 മുതലാണ് അന്തർദേശീയ അഹിംസാ ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 2007 ഒക്ടോബർ 2 അത് ഓർത്ത് വയ്ക്കാം. ഒക്ടോബർ 2മായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒക്ടോബർ 2 ജന്മദിനമായിട്ടുള്ള മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇനി ഗാന്ധിജിയുടെ വ്യക്തിഗത വിവരങ്ങളിലേക്ക് വരാം. പിതാവ് കരംചന്ദ് ഗാന്ധി, മാതാവ് പുത്തലിബായ്, ഭാര്യ കസ്തൂർബ ഗാന്ധി. 4 മക്കളാണുള്ളത്: ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ജനനം ഗുജറാത്തിലെ പോർബന്തറിലാണ്. പോർബന്തറിൻ്റെ പഴയ പേരാണ് സുധാമാപുരി. ഗാന്ധിജിയുടെ ജന്മഗൃഹം കീർത്തി മന്ത്രാണ്. സമുദായം ബനിയ. കുട്ടിക്കാലത്തെ പേരാണ് മനു. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ സ്വാധീനിച്ച നാടകമാണ് പിതൃഭക്തി. അതിൽ കഥാപാത്രമാണ് ഹരിശ്ചന്ദ്ര. ഇനി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വർഷങ്ങളിലേക്ക് വരാം. വർഷങ്ങൾ ഇടയ്ക്കിടയ്ക്കുള്ളത് കൊണ്ടാണ് ഞാൻ 1-2 തവണ കേൾക്കണമെന്ന് പറയുന്നത്. പലയാവർത്തി കേട്ടാൽ മാത്രമേ ഇത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. 1869 ഒക്ടോബർ 2-നാണ് ജനനം. 1888 മാവ്ജി ദേവ എന്ന വ്യക്തിയുടെ പ്രേരണയാൽ അദ്ദേഹം SS ക്ലെയ്ഡ് എന്ന കപ്പലിൽ നിയമം പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയി. യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത വ്യക്തിയായിരുന്നു ത്രയംബക് റായ് മജൂംദാർ. ബനിയ സമുദായത്തിൽ നിന്നും വിദേശത്ത് പോയ ആദ്യത്തെ വ്യക്തിയാണ് ഗാന്ധിജി. ഇന്നർ ടെമ്പിൾ നിയമ പഠനകാലത്ത് ഗാന്ധിജി അംഗമായിട്ടുള്ള ആദ്യ സംഘടനയാണ് വെജിറ്റേറിയൻ ക്ലബ്ബ്. ഇംഗ്ലണ്ടിൽ വെച്ച് ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകങ്ങളാണ് എഡ്വിൻ ആർണോൾഡ് എഴുതിയ ലൈറ്റ് ഓഫ് ഏഷ്യ, സോങ് ഓഫ് ദി സെലസ്റ്റിയൽ. ഒന്നുകൂടെ ആവർത്തിക്കാം. എഡ്വിൻ ആർണോൾഡ് എഴുതിയ ലൈറ്റ് ഓഫ് ഏഷ്യ, സോങ് ഓഫ് ദി സെലസ്റ്റിയൽ. 1889 ഗാന്ധിജി ആദ്യമായി ഭഗവത്ഗീത വായിച്ചത്. ഗീതയെ ഗാന്ധിജി മാതാവ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മൈ സ്പിരിച്വൽ റെഫറൻസ് ബുക്ക് എന്നുകൂടെ അദ്ദേഹം ഗീതയെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവത്ഗീതയ്ക്ക് പിന്നീട് അദ്ദേഹം നൽകിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. 3 വർഷത്തെ നിയമ പഠനത്തിന് ശേഷം 1891 SS ഓഷ്യാനിക് എന്ന കപ്പലിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. രാജ്കോട്ട്, മുംബൈ കോടതികളിൽ അദ്ദേഹം പ്രാക്ടീസ് ആരംഭിച്ചു. കോടതി മുറിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഫിറോസ് ഷാ മേത്തയാണ്. അപ്പോൾ ഫിറോസ് ഷാ മേത്തയാണ് ഗർജിക്കുന്ന സിംഹം, കോടതി മുറികളിലെ ഗർജിക്കുന്ന സിംഹം എന്ന് അറിയപ്പെടുന്ന ഫിറോസ് ഷാ മേത്തയാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇനി പറയാനുള്ള ഒരു കാലഘട്ടമാണ് ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ജീവിതം. ഗാന്ധിജിയുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്ന കാലഘട്ടമായിരുന്നു ഇത്. 1893 ദാദാ അബ്ദുള്ള എന്ന വ്യക്തിയുടെ കേസ് വാദിക്കാനായിട്ടാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത്. പ്രിട്ടോറിയയിലേക്കുള്ള യാത്രാമധ്യേ പീറ്റർ മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തൊലി നിറത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അപമാനിക്കപ്പെട്ട് ട്രെയിനിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അദ്ദേഹം ആ സമയത്താണ് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണ വിവേചനത്തിനെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഗാന്ധിജി സ്ഥാപിച്ച ആദ്യ സംഘടനയാണ് 1894 സ്ഥാപിച്ച നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന ആദ്യ സംഘടനയാണിത്. അപ്പോൾ ഗാന്ധിജി സ്ഥാപിച്ച ആദ്യ സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. 1894 ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. 1901 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. അദ്ദേഹം INC കൊൽക്കത്ത സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ഓർത്ത് വെക്കാം. INC സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്ത INC സമ്മേളനം 1901 ഫസ്റ്റ് സമ്മേളനമാണ്. 1901 കൊൽക്കത്ത സമ്മേളനമാണ്. പിന്നെ 1902 അദ്ദേഹം കുടുംബസമേതം സൗത്ത് ആഫ്രിക്കയിലേക്ക് വീണ്ടും പോയി. 1904 ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം ആരംഭിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരു പുസ്തകമായിരുന്നു ജോൺ റസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ്. ഈ പുസ്തകം സർവോദയ എന്ന പേരിൽ ഗാന്ധിജി ഗുജറാത്തി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയെ സ്വാധീനിച്ച മറ്റൊരു പുസ്തകമായിരുന്നു ടോൾസ്റ്റോയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലായിരുന്നപ്പോൾ ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകങ്ങളാണ് ജോൺ റസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ്, ടോൾസ്റ്റോയുടെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. അൺ ടു ദി ലാസ്റ്റിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് ഡർബണിൽ അദ്ദേഹം സ്ഥാപിച്ച രണ്ടാമത്തെ സംഘടനയാണ് ഫിനിക്സ് സെറ്റിൽമെൻറ്റ്. ഓർത്ത് വെക്കുക.
1906 ഫുട്ബോളിലൂടെ ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം ക്ലബ്ബുകൾ രൂപീകരിച്ചു. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നതും 1906 തന്നെയാണ്. ഏഷ്യാറ്റിക് ലോയ്ക്കെതിരെയായിരുന്നു സത്യാഗ്രഹം. ഏഷ്യാറ്റിക് രജിസ്ട്രേഷൻ ആക്ട് എന്നുകൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. പറഞ്ഞു പോകുന്നതിനിടയിൽ അതെന്താണെന്ന് കൂടി പറയാം. ദക്ഷിണാഫ്രിക്കയിൽ ട്രാൻസ്വാൾ കോളനിയിൽ താമസിക്കുന്ന 8 വയസ്സ് കഴിഞ്ഞ് ഏഷ്യക്കാർ അവരുടെ വിരലടയാളം പതിപ്പിച്ച് അവിടെ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൈവശം വെക്കണമെന്നായിരുന്നു നിയമം. ഇതിൽ പരാജയപ്പെടുന്നവരെ അപ്പീലൊന്നും കൂടാതെ തന്നെ ഒന്നുകിൽ പുറത്താക്കുകയോ അല്ലെങ്കിൽ ഫൈൻ ഈടാക്കുകയോ ചെയ്തിരുന്നു. ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം അവിടെ കുടിയേറിയിരുന്ന ഇന്ത്യക്കാരും ചൈനക്കാരുമായിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ആദ്യ സത്യാഗ്രഹം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ സത്യാഗ്രഹത്തിൻ്റെ ജന്മഭൂമിയായി സൗത്ത് ആഫ്രിക്ക അറിയപ്പെടുന്നുണ്ട്. ഗാന്ധിജിയുടെ വ്യക്തിജീവിതത്തിൽ സുപ്രധാന വർഷമായിരുന്നു 1906. ഗാന്ധിജി ബ്രഹ്മചര്യം സ്വീകരിച്ചത് ഈ വർഷമാണ്. 1908 ജോഹന്നാസ്ബർഗിൽ 2 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസമാണിത്. 1908 1909 അദ്ദേഹം ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം പുറത്തിറക്കി. 1916 ഗാന്ധിജി അദ്ദേഹത്തിന്റെ 3ാമത്തെ സംഘടന സ്ഥാപിച്ചു. ഹെർമൻ കല്ലൻബക്കിന്റെ പ്രേരണയാൽ സ്ഥാപിച്ച സംഘടനയാണിത്. ഇതിന്റെ പേര് ടോൾസ്റ്റോയ് ഫാം എന്നായിരുന്നു. 1914 ഡിസംബറിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി. 1915 ജനുവരി 9 ഇന്ത്യയിൽ അദ്ദേഹം തിരിച്ചെത്തി. 2003 ജനുവരി 9 മുതലാണ് നമ്മൾ പ്രവാസി ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ ഇനിയും പരിചയപ്പെടാനുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഗാന്ധിജിയുടെ ഇതിഹാസ തുല്യമായ ജീവിതയാത്രകൾ പരിചയപ്പെടാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ എളുപ്പത്തിൽ ലഭ്യമാകാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിലൂടെ വീണ്ടും കാണാം. ദിസ് ഇസ് ടോട്ടോ PSC. See you again.